മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറത്ത് കൊട്ടൂക്കരയിൽ ഒരു PPM ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെ വർഷങ്ങളായി ലഹരിക്കെതിരെ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ ഒരു പാഠശാലയാണുള്ളത്. അപ്പോൾ ഈ പാഠശാലയിൽ കുട്ടികൾ പഠിക്കുന്നത് ലഹരി വിരുദ്ധ പാഠങ്ങളാണ്. മാത്രവുമല്ല അവിടെ സെമിനാറുകളുണ്ട്, ചർച്ചകളുണ്ട്. ഇതിലൂടെയൊക്കെ കുട്ടികൾ സജീവമായി പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പോരാടുകയാണ്. ഇന്നും ഇന്നലെയോ അല്ല, വർഷങ്ങളായി. കാണാം. കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കയറി വരുമ്പോൾ ആദ്യം എതിരേൽക്കുന്നത് ഈ ലഹരി വിരുദ്ധ പാഠശാലയാണ്. ഈ കാലഘട്ടത്തിൽ ആദ്യം പഠിക്കേണ്ട പാഠങ്ങളിലൊന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് ഈ സ്കൂൾ എന്നേ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ നേരിട്ടറിയാം. 17 വർഷങ്ങൾക്ക് മുൻപാണ് മലയാളം അധ്യാപകനായ ഡോക്ടർ പ്രശാന്ത് ബാവ ലഹരിക്കെതിരെ സ്കൂളിൽ നിന്ന് തുടങ്ങണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ പടരാൻ സാധ്യതയുള്ള ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ തിരിച്ചറിഞ്ഞ സ്കൂളിന്റെ പൂർണ്ണ പിന്തുണ. ബോധവൽക്കരണ പരിപാടികളുമായി വർഷങ്ങൾ മുന്നോട്ടു പോയി. പിന്നീട് എല്ലാ സ്കൂളുകൾക്കും മാതൃകയായി ഒരു ലഹരി വിരുദ്ധ പാഠശാല നിർമ്മിച്ചു. ഇവിടെ വെച്ച് ഷെഡ്യൂൾ പ്രകാരം ഇപ്പോൾ ഓരോ ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെയുള്ള സെമിനാറുകളും ക്ലാസുകളും എല്ലാം നടക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഞാൻ ലഹരിയെ പുൽകുകയില്ല. അത് ഏത് രൂപത്തിലാണെങ്കിലും ഞാൻ ലഹരിയോട് വിട തന്നെയാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. ഇവിടെ അടുത്തുള്ളൊരു EMEA B.Ed കോളേജിലെ B.Ed വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെ ക്ലാസ് കൊടുത്തു. അതിന് പുറമെ കൊട്ടുക്കര സ്കൂളിലെ എല്ലാ ക്ലബ്ബുകളും 10-48 ക്ലബ്ബുകളുണ്ട്. ഇവിടെ അതിലധികം ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ ഒക്കെ മീറ്റിംഗ് ചെയ്യുക ലഹരി വിരുദ്ധ പാഠശാലയിൽ വെച്ചിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് ഫെസ്റ്റ് നടക്കുക ലഹരി വിരുദ്ധ പാഠശാലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ബോർഡ് വായിച്ചുകൊണ്ടാണ് എല്ലാ കുട്ടികളും ഉള്ളിൽ കയറുക. അപ്പോൾ തന്നെ ലഹരിക്കെതിരെയുള്ള ചിന്ത കുട്ടികൾ ഉണ്ടാക്കുന്നു. ആ ചിന്ത തന്നെ മതി വലിയൊരു വിപ്ലവമാണ്. ശരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ പാഠങ്ങൾ വരണം. അപ്പോൾ കുട്ടികളൊക്കെ ഡെയിലി ഇത് വായിക്കാൻ തുടങ്ങും. അങ്ങനെ ലഹരി വിരുദ്ധ പാഠശാലയ്ക്ക് പഠിപ്പിക്കാൻ ഗവൺമെൻറ് ലഹരിക്കെതിരെ പാഠപുസ്തകം തയ്യാറാക്കി തരണം എന്നാണ് ഞങ്ങൾ ഏറ്റവും വലിയ കാര്യമായിട്ട് മുന്നോട്ട് പലപ്പോഴാക്കി വെച്ചത്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് വിദ്യാർത്ഥികളും പങ്കാളികളാകുന്നു. നടക്കില്ലേ, എന്തുകൊണ്ടാണ് ഈ മദ്യശാലകളൊന്നും അടച്ചു കൂട്ടാത്തത്? ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമാണ് മദ്യശാലകൾ തുറന്നു വെക്കുന്നു, മദ്യം കൊടുക്കുന്നു എന്നുള്ളത്. സർക്കാർ തലത്തിലും അതുപോലെ മറ്റു തലങ്ങളിലുമൊക്കെ എന്തുമാത്രം ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയാണ്. അപ്പം അത്തരമൊരു സന്ദർഭത്തിൽ കൊട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ നേരത്തെ തന്നെ ഈ ഒരു വിഷയം മനസ്സിലാക്കിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മലയാള അധ്യാപകൻ പ്രശാന്ത് ബാവയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ഒരു കുട്ടി പോലും ലഹരിയുടെ വഴികളിലേക്ക് നീങ്ങുന്നില്ല എന്നുറപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് നാട് നേരിടുന്ന വലിയ പ്രതിസന്ധിയെ മുൻകൂട്ടി കണ്ട് അതിന്റെ വേരറുക്കാൻ ശ്രമിക്കുന്ന അധ്യാപകർക്ക്, നിശ്ചയദാർഢ്യത്തോടെ പോരാടുന്ന വിദ്യാർത്ഥികൾക്ക് 24-ന്റെ സല്യൂട്ട്. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.